ഇതൊരു ഓഫീസ് ട്രിപ്പാണ്. നമ്മുടെ ആനിവേഴ്സറി സംബന്ധിച്ച് നമ്മുടെ കൊച്ചി ഓഫീസിൽ നിന്ന് എല്ലാവരുമായിട്ട് രാമക്കൽമേട് ഒരു യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് തിരിച്ചതാണ്. 5:30 ആയപ്പോൾ തിരിച്ച് രാവിലെ തന്നെ എല്ലാവരും വൈബായി നല്ല ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അക്ഷയ് സാറും അതേ കണക്കിന് അപർണയും ആദ്യമൊന്നും വലിയ രീതിക്ക് എൻഗേജ് ആയില്ല. ഇതേ കണക്ക് ബാക്കിയുള്ള എല്ലാവരും എൻഗേജ് ആയിട്ടുണ്ട്. വിപിൻ സാർ ആയിക്കോട്ടെ, പ്രിൻസി മാം ആയിക്കോട്ടെ, ജോൺസി മാം ആയിക്കോട്ടെ, ഡോണ മാം ആയിക്കോട്ടെ, എല്ലാവരും ഒരേ കണക്ക് നല്ല വൈബായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അതേ കണക്ക് തന്നെ ഭവിഷ് സാർ ആയിക്കോട്ടെ, പ്രജിത് സാർ ആയിക്കോട്ടെ, അതേ കണക്ക് വിശ്വകാജി മാം, ശ്രീലക്ഷ്മി മാം, എല്ലാവരും അവരൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞൊരു വൈബ് എന്ന് പറയുന്നത്. ആ ഒരു വെളുപ്പം രാവിലെ തന്നെ എല്ലാവരും നല്ല എനർജറ്റിക്ക്. പിന്നെ അക്ഷയ് സാറും വന്നു. അക്ഷയ് സാറും കളിക്കളത്തിലോട്ട് ഇറങ്ങി ഡാൻസ് കളിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു. എല്ലാവരും ഇൻട്രോവേർട്ട് എന്ന് വിചാരിച്ച് അക്ഷയ് സാറ് തകർത്തിരുന്ന് കളിച്ചു. അവിടെ നിന്ന് വിശ്വകാജി സ്കോർ ചെയ്തു, പ്രജിത്ത് സ്കോർ ചെയ്തു, ഭവിഷ് സ്കോർ ചെയ്തു, ഡോണ സ്കോർ ചെയ്തു. എല്ലാവരും ഒരേ കണക്ക് തന്നെ വൈബായിരുന്നു. ഞാൻ മാത്രം വലിയ രീതിക്ക് ഡാൻസൊന്നും കളിച്ചില്ല. അക്ഷയ് സാർ കളിക്കുന്ന കണ്ട് അപർണ ചിരിച്ചു തുടങ്ങി. അതേ കണക്ക് തന്നെ നമ്മുടെ ജോൺസി മാം തകർത്തെടുത്ത് ഡാൻസ് കളിയായിരുന്നു. അക്ഷയ് സാർ വീണ്ടും വൈബിലോട്ട് കറങ്ങി തിരിഞ്ഞു വന്നു. അക്ഷയ് സാറിൻ്റെ വൈബ് നമ്മൾ ആരും വിചാരിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. ശ്രീലക്ഷ്മി വിശ്വകാജിയും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറയുവാണെങ്കിൽ ടൂറ് നല്ല ബോറായനെ. കോർഡിനേറ്റർ നമ്മുടെ വിപിൻ സാറായിരുന്നു. വിപിൻ സാറിൻ്റെ കോർഡിനേഷൻ സൂപ്പറായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കേട്ടോ, ഇതേ കണക്ക് പാട്ടൊക്കെ ഇട്ട് തകർത്ത് പിന്നെയും കുറച്ച് നേരം ഇതേ കണക്ക് ഡാൻസും കളിച്ച് ആദ്യം തന്നെ അവർ എനർജി ഫുള്ളും അങ്ങനെയും കൊണ്ട് കളഞ്ഞു. പിന്നെ എല്ലാവരും ഇതേ കണക്ക് ഒരു ഇരുന്നുള്ള ഡാൻസും കാര്യങ്ങളുമായി. പ്രജിത്തും ഭവിഷ്യും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഡോണ മാം അതിൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അത്യാവശ്യം അടഞ്ഞ് ഇരിപ്പായി. നല്ല രീതിക്ക് തന്നെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ആരാ? ഇവർ ആ ഒരു രീതിയിലോട്ട് വൈബിലോട്ട് ഇങ്ങനെ കിടന്നു. ഓക്കെ, ദെൻ പിന്നെ എല്ലാവരും പയ്യെ ഇരുന്നൊക്കെ ഡാൻസ് കളിച്ച് നമ്മൾ ഇരുന്ന ആളെ അപർണയെ പൊക്കി നിർത്തി ഓരോരുത്തരുടെ സീറ്റ് മാറ്റി ഇരുത്താനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാഗമണ്ണി എത്തി. എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ പറന്ന് പറഞ്ഞ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് കഴിക്കാനായിട്ട് കയറി. വാഗമണ്ണിൽ ആരും പോവാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ ആ സമയത്ത് അപ്പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ റിസ്ക് എടുക്കാനായിട്ട് അഡ്വഞ്ചറിനായിട്ട് ഇങ്ങനെ നിന്നു. എൻ്റെ കൂടെ അപർണ മാത്രമേ വന്നോളൂ ഒരു വലിയ കുഴിയിലോട്ട്. ആ കുഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴി തന്നെയായിരുന്നു. ആ കുഴിയിൽ ഞാനും അപർണയാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിറക്കെ ബാക്കിയുള്ള എല്ലാവരും വന്നു. പക്ഷേ തിരിച്ച് കയറിയപ്പോൾ അപർണേനെ കന്നട്ട കടിച്ചു. അത് നല്ല ചാട്ടമായിരുന്നു. പിന്നെ ഇറങ്ങിയ സ്പീഡിൽ തന്നെ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് തന്നെ ഡോണയുടെ കൂട്ടുകാരുമായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ രാമക്കൽമേടെത്തി. കൊട്ടവെയിലെത്തി. എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എത്തി. അത് കഴിഞ്ഞ് വൈകിട്ട് സമയത്ത് രാമക്കൽമേടെന്ന് പിന്നെയും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ടീമിൻ്റെ അതെല്ലാം എടുത്തു. കേട്ടോ, ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ നൈറ്റ് പിന്നെ റീലെടുക്കാനായിട്ട് കുറച്ച് കണ്ടൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വന്നില്ല. ആനിവേഴ്സറിയുടെ കേക്ക് നമ്മളവിടെ നിന്ന് ഒപ്പിച്ചു. നൈറ്റായി. എല്ലാവരും നല്ല വൈനടിച്ചു. ആൽക്കഹോളിന് നമ്മളെതിരാണ്. വൈനാണെന്ന് അറിഞ്ഞിട്ടും അക്ഷയ് സാർ എന്തിനാ ഇങ്ങനെ ഒളിച്ച് കുടിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ രാത്രി നല്ല തണുപ്പായിരുന്നു. തണുപ്പത്ത് തീയും കത്തിച്ച് ഡാൻസും പാട്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അത്യാവശ്യം നല്ലോണം വൈനടിച്ചെങ്കിലും എല്ലാവരും കിക്കായണക്ക് തന്നെ എല്ലാവരും നല്ല രീതിക്ക് വൈബിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് പാട്ടും ഡാൻസുമായിട്ട്. വിശ്വകാജി ശ്രീലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ എല്ലാം സത്യം പറഞ്ഞ കുളമായതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരെ പെർഫോമൻസ്. കാര്യം ആ ഒരു യാത്രയിൽ അവർ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. അതേ കണക്ക് പ്രജിത്ത് ഒരിക്കലും നമ്മുടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരെല്ലാവരും ഡിസ്റ്റയിൽ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരായിരുന്നു. സോ എല്ലാവരും നല്ല രീതിക്ക് തന്നെ കണക്റ്റായി. നല്ല നൈറ്റും നല്ല സൂപ്പറായിട്ട് രാത്രി 12 മണി വരെ സൂപ്പറായിരുന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 5-6 മണി 5-5:30 സമയത്ത് കോട കാണാനായിട്ട് എഴുന്നേറ്റു. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു, നല്ല കോടയായിരുന്നു. നമ്മൾ ഈവനിങ് കണ്ടാണൊക്കെ അല്ല. പിന്നെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കോട കാണാനായിട്ട് ഞാനും അക്ഷയ് സാറും അത് കണക്ക് തന്നെ അപർണയും ജോൺസ് മാമും രാവിലെ ഇറങ്ങി. ബാക്കിയുള്ള ആരും ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിലത്തെ ഹാങ് ഓവർ കഴിഞ്ഞിട്ട് അവർ നല്ലോണം ഉറങ്ങി. പക്ഷേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ഇതേ കോട ഇങ്ങനെ പലപ്പോഴും കോട ഇങ്ങനെ വരും, അതേ കണക്ക് പോകും, കോട വരും പോകും. ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു. പിന്നെയും രാവിലത്തെ അതിൽ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു. കാരണം അത്രയും നല്ല രസമായിരുന്നു. ഓക്കെ, കോട ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ ഒരു കോട കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ് ഇവിടെ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ രാവിലെ റിസ്ക് എടുക്കാൻ അഡ്വഞ്ചറിനോട്ടോ ഒന്നുമില്ല. രാവിലെ അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തിരിക്കാനുള്ള പ്ലാനൊക്കെ. നല്ല ഷെഡായിരുന്നു, ടെൻറ്റായിരുന്നു, ഷെഡല്ല,
അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു മലയുടെ മണ്ടയിലോട്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങളായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ മലയുടെ മണ്ടയിൽ നമ്മൾ ജീപ്പിൽ പോകാൻ നടന്ന് കയറി അത്യാവശ്യം നല്ല നടപ്പായിരുന്നു. കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഇതായിരുന്നു, പക്ഷേ എല്ലാവരും നടന്ന് കയറി തുടങ്ങി. നമ്മൾ നടന്ന് കയറി അതിൻ്റെ മേലെത്തിയപ്പോൾ നല്ല ഫീലായിരുന്നു. കാര്യം അതേ കണക്ക് തന്നെ ആകെ കണ്ട മൃഗമായിട്ട് ഈ കുരങ്ങനെ മാത്രമേ ആ മലയുടെ മണ്ടയിൽ കണ്ടുള്ളൂ. പിന്നെ കയറി കണക്കാൻ എല്ലാവരും ഇറങ്ങി. കൊട്ട വെയിലായിരുന്നു. വെയിലിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആനിവേഴ്സറി അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു ആനിവേഴ്സറി ആയിരുന്നു. എല്ലാവരും കുറേ നാൾക്ക് ശേഷമാണ് ഇതിനകത്ത് നമ്മുടെ ടീം എല്ലാവരുമായിട്ട് പുറത്ത് പോയി ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിലും ആ മൊമെൻറ്റുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. എല്ലാവരോടും നല്ല നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷം ഒരുപാട് ഗോളുകൾ പ്ലാൻ ചെയ്തുകൊണ്ടും ക്രിസ്റ്റ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. സി.